ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ് ശശിധരൻ. എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഒരു ഡൗട്ടായിരുന്നു. അതായത് നമുക്കറിയാം RCCB, അതായത് റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ഇന്ന് എല്ലാ വീടുകളിലും തന്നെ വെക്കേണ്ടതായ അനിവാര്യവുമുണ്ട്. അപ്പോൾ ഈ RCCB തന്നെ നമ്മൾ നോർമലി കിട്ടുന്നത് ഒരു 30 മില്ലി ആംപിയറിൻ്റെ RCCBയും ഒരു 100 മില്ലി ആംപിയറിൻ്റെ RCCBയുമാണ്. എന്നാൽ ഇതിൽ ഏതാണ് വീട്ടിൽ വെക്കേണ്ടത്? 30 തന്നെ വെക്കണമെന്നുണ്ടോ, 100 വെച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് കമൻറ്റായിട്ട് വന്നു. റീസെൻ്റ്ലി ഒരു കമൻറ്റ് കൂടെ വന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കണ്ടൻറ്റിൽ തന്നെ വീഡിയോ വെക്കുന്നത്. അതായത് ഒരുപാട് പേർക്ക് ആ സംശയമുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതുതന്നെയാണ്. അതായത് ഒരു വീട്ടിൽ വെക്കേണ്ട RCCB എത്ര മില്ലി ആംപിയറിൻ്റെയാണ്, ഈ 30 മില്ലി ആംപിയർ RCCBയും ഒരു 100 മില്ലി ആംപിയർ RCCBയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, 30 മില്ലി ആംപിയറിന് വരെ 100 മില്ലി ആംപിയർ വെച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. നമുക്ക് കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ഒരു ഇംഗ്ലീഷിലും കൂടെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ടെക് കോർണർ ഇംഗ്ലീഷ് എന്ന പേരിൽ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ആ ചാനലിലൂടെ ഇതുപോലൊരു വിജയകരമാക്കി മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സ്ലൈഡ്സ് വെച്ച് തന്നെ പോകാം. നമുക്ക് കഴിഞ്ഞ ഫീഡ്ബാക്കുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് സ്ലൈഡ്സ് വെച്ച് പറയുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റിങ്, കൂടുതൽ കേൾക്കാൻ താല്പര്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ലൈഡ്സ് വെച്ച് വേണം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഏത് RCCB ഒരു ഹോമിൽ ആവശ്യമുണ്ട് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ RCCBയുടെ ഇൻട്രൊഡക്ഷൻ, അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് RCCB നമ്മൾ അത്രയും ബ്രീഫായിട്ട് പറയുന്നില്ല. കാരണം എനിക്കൊന്നൊരു 10-15 വീഡിയോ RCCBയെ പറ്റി നമ്മൾ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, ഡെപ്തായിട്ട്, ബേസിക്സ് ആയിട്ടൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ ഇൻട്രൊഡക്ഷൻ പറയും. പക്ഷേ എങ്കിലും നമുക്ക് ചില വീഡിയോയുടെ കമൻറ്റിൽ കാണാം, അതായത് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അത് ഏതാണ്ട് 8-ാം മിനിറ്റിൽ 6-ാം മിനിറ്റിലാണ്, അതുവരെ ഇൻട്രൊഡക്ഷൻ ആണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആക്ച്വലി നമ്മളത് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ അതിനെപ്പറ്റി ഒരു ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുന്നില്ല, ചെറിയൊരു ബ്രീഫാണ് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ RCCB നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ RCCB പറ്റി അറിയില്ല, വലിയ ധാരണയില്ലെങ്കിൽ ഒരു റിവിഷൻ പോലെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് RCCB എന്ന് അറിഞ്ഞാലല്ലേ 30 മില്ലി ആംപിയർ ആണോ 100 മില്ലി ആംപിയർ ആണോ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ കുറച്ച് നീളം കൂടുന്നുണ്ടാവും. മാക്സിമം നമ്മൾ ചുരുക്കിയാണ്, നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻസ് ചുരുക്കി തന്നെയാണ് പറയാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ വലിച്ചു നീട്ടുന്നില്ല. RCCB നമ്മൾ ഉപയോഗിക്കുന്നത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ, അതായത് ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്ത് ട്രിപ്പ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അതായത് നമ്മുടെ സേഫ്റ്റിക്കും നമ്മുടെ മെഷീൻ്റെ സേഫ്റ്റിക്കും തീപിടുത്തത്തിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് RCCB. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ് കാണാറുണ്ട്, അതായത് ഫാക്ടറി തീ പിടിച്ചു, വീട് തീ പിടിച്ചു, അങ്ങനെ ഇങ്ങനെ. അവിടെയൊക്കെ RCCB വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ തീപിടുത്തം ഒരു 99% നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഉള്ളതാണ് സത്യം. അപ്പോൾ RCCB എല്ലാ വീട്ടുകളും എല്ലാ ഇൻഡസ്ട്രീസിലും വെക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് വെച്ചാലേ ലൈസൻസ് റിന്യൂ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാൻഡേറ്ററി ആക്കേണ്ട കാലം കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഴയ വീടുകളിലൊക്കെ വെക്കുക. അപ്പോൾ RCCB എന്ന് പറയുന്നത് നമ്മുടെ ലീക്കേജ് കറണ്ട്, അത് തന്നെയാണ് ഈ സൈഡും പറയുന്നത്. ഡിറ്റക്ട്സ് ആൻഡ് ഇൻട്രപ്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ഇവന്റ് ഓഫ് എർത്ത് ഫോൾട്ട്. ഒരു എർത്ത് ഫോൾട്ടിൽ ഡിറ്റക്ട് ചെയ്ത് ഇൻട്രപ്റ്റ് ചെയ്യും, അതാണ് RCCB ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ഇലക്ട്രിക് ഷോക്കിൽ നിന്നും ഫയർ ഹസാർഡ്സിൽ നിന്നും ഒക്കെയാണ് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതാണൊരു ബേസിക് RCCB. 30 മില്ലി ആംപിയർ ഉണ്ട്, 100 മില്ലി ആംപിയർ ഉണ്ട്. അപ്പോൾ ഈ മില്ലി ആംപിയർ പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു ട്രിപ്പ് കറണ്ടാണ് ആക്ച്വലി. അതായത് ഒരു 30 മില്ലി ആംപിയർ ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരു RCCB ആണെങ്കിൽ അതിൽ ഒരു 30 മില്ലി ആംപിയർ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ലീക്കേജ് കറണ്ട് സെൻസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ട്രിപ്പ് ആവും. അതേസമയം 100 മില്ലി ആംപിയർ ആകുമ്പോൾ 100 മില്ലി ആംപിയർ വരെ അത് ട്രിപ്പ് ആവില്ല. ഒരു ലീക്കേജ്, അതായത് 100 മില്ലി ആംപിയർ അല്ല അതിന് മുകളിലേക്കുള്ള ലീക്കേജ് കറണ്ട് ആണെങ്കിൽ മാത്രമേ അത് ട്രിപ്പ് ആവുകയുള്ളൂ. ഇനി RCCB എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഒന്നുമില്ല, അതായത് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും നോർമൽ കേസിൽ ഈക്വൽ ആയിരിക്കും RCCBയിൽ. അതേസമയം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ വരുന്ന കറണ്ടിനേക്കാളും കുറച്ചേ തിരിച്ചു വരികയുള്ളൂ. ഒബ്വിയസ്ലി അവിടെ എന്തോ ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് സെൻസ് ചെയ്തിട്ട് CT സെൻസ് ചെയ്യും, അതായത് കറണ്ട് ട്രാൻസ്ഫോമർ സെൻസ് ചെയ്ത് നമ്മൾ ട്രിപ്പിംഗ് മെക്കാനിക്സിലേക്ക് പോയി ട്രിപ്പ് ചെയ്യുന്ന രീതിയാണ് RCCB പ്രവർത്തിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു ലീക്കേജ് കറണ്ടിൻ്റെ ആ ഒരു അതനുസരിച്ചിട്ടാണ് 30 മില്ലി ആംപിയറും 100 മില്ലി ആംപിയറും തരം തിരിച്ചിരിക്കുന്നത്. അപ്പം ഹ്യൂമൻ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റിയാണ് കൺസിഡറേഷൻ എങ്കിൽ അതിലെങ്ങനെയാണ് ഇത് രണ്ടും എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. 30 മില്ലി ആംപിയർ RCCB എന്ന് പറയുന്നത് ഡിസൈൻ ടു ക്വിക്ലി ഇൻട്രപ്റ്റ് ദ സർക്യൂട്ട് ഇൻ കേസ് ഓഫ് എ ഫോൾട്ട്, മിനിമൈസിങ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്.
അതായത് നമുക്കറിയാം ഒബ്വിയസ്ലി 30 മില്ലി ആംപിയർ വരെ ഉള്ളൂ. അത് ആക്ച്വലി തന്നെ 30 മില്ലി ആംപിയറിനൊക്കെ മേളിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഷോക്ക് അടിക്കാൻ തുടങ്ങും. അപ്പോൾ 100 മില്ലി ആംപിയർ വരെ ചിലപ്പോൾ നിൽക്കുന്നത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഒബ്വിയസ്ലി എത്രയും പെട്ടെന്ന് എത്രയും പ്രിസൈസായിട്ട് ട്രിപ്പ് ചെയ്യുന്നതാണോ അതാണ് നമുക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ തരിക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 30 മില്ലി ആംപിയർ തന്നെയാണ് ഹ്യൂമൻ സേഫ്റ്റി നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഏറ്റവും നല്ലത്. പക്ഷേ 100 മില്ലി ആംപിയർ അറിയാം ഒബ്വിയസ്ലി സെൻസിറ്റിവിറ്റി കുറച്ച് കുറവാണ്. ചെറിയ ലീക്കേജ് കറണ്ട്സ്, അപ്പോൾ 40 മില്ലി ആംപിയറിൻ്റെ 50 മില്ലി ആംപിയറിൻ്റെ ലീക്കേജ് ഒന്നും അതിൽ സെൻസ് ചെയ്യില്ല. ആക്ച്വലി അത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിലൊക്കെയാണ് നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് എന്തുണ്ടാവും, ആ ഒരു ലീക്കേജ് വന്നു കഴിഞ്ഞ് ആ ഒരു ഡിലേ ഉണ്ടാവും ട്രിപ്പ് ആവാൻ വേണ്ടിയുള്ള. അപ്പോൾ അത് ഒരു ഇലക്ട്രിക് ഷോക്കിനേക്കുള്ള റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് 100 മില്ലി ആംപിയറിൻ്റെ RCCBയിൽ ഉണ്ടാകുന്ന പ്രശ്നം. ഇനി തീപിടുത്തത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും, അതായത് 30 മില്ലി ആംപിയറും 100 മില്ലി ആംപിയറും നമുക്ക് ആ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് കേട്ടോ. ഫയർ കോസ് ഇൻറ്ററപ്റ്റിംഗ് സർക്യൂട്ട് രണ്ടും അത് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ 30 മില്ലി ആംപിയർ അഗെയിൻ നമുക്കറിയാം ഇത്തിലൂടെ പ്രിസൈസാണ്, പെട്ടെന്ന് ട്രിപ്പ് ആവുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ തരുന്നത് 30 മില്ലി ആംപിയർ തന്നെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം, അതായത് ചെറിയൊരു ലീക്കേജ് വന്നപ്പോഴേ തീപിടുത്തത്തിനുള്ള സ്പാർക്കോ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ തന്നെ നമ്മുടെ സിസ്റ്റം ട്രിപ്പായി പവർ അവിടോട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പം കൂളായി വീണ്ടും പഴയ നോർമലാവും. പിന്നെ ആ ഫോൾട്ട് കണ്ടുപിടിച്ച് റീസെറ്റ് ആകുന്നതിന് വരെ അത് നമുക്ക് സേഫ് ആകും. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറേ നേരം, അതായത് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു ട്രിപ്പിംഗ് സിഗ്നൽ ഈ ഒരു 100 മില്ലി ആംപിയർ ആയതുകൊണ്ട് 2 സെക്കൻഡോ 3 സെക്കൻഡോ 4 സെക്കൻഡോ ആകുന്നത് കൊണ്ട് അത്രയും കൂടെ അത് ഹീറ്റ് ആവുകയും തീ പിടിക്കാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും 30 മില്ലി ആംപിയറാണ് ഫയർ പ്രൊട്ടക്ഷൻ്റെ കേസിൽ പോലും നമുക്ക് നല്ലത്. ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഒബ്വിയസ്ലി 30 മില്ലി ആംപിയർ ആണ് വീട്ടിലുകളിൽ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് വന്ന കമൻറ്റിനോട് കൊണ്ടുള്ള ഉത്തരമാണ്. നമ്മൾ ഓൾറെഡി അതിൽ കമൻറ്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തിരുന്നു. കുറച്ച് എല്ലാവർക്കുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 30 മില്ലി ആംപിയർ തന്നെയാണ് നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യേണ്ടത്, അതിൽ യാതൊരു സംശയവുമില്ല. 100 മില്ലി ആംപിയർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ അത് തന്നെയാണ് പറയുന്നത്. റെസിഡൻഷ്യൽ ആപ്ലിക്കേഷൻസ് സ്പെഷ്യലി ഈ ഇലക്ട്രിക് ഷോക്ക് കൂടാൻ ചാൻസ് ഉള്ള, അതായത് ബാത്റൂം, കിച്ചൺ, ഔട്ട്ഡോർ സർക്യൂട്ട്സ് അറിയാമല്ലോ. ബാത്റൂം, കിച്ചൺ, ഔട്ട്ഡോർ ഇത് മൂന്നിടത്തുള്ള കോമൺ എന്തുവാണെന്ന് അറിയാമോ? ഒന്ന് കമൻറ്റ് ചെയ്തേ. വെള്ളമയം, അതായത് ഈർപ്പങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈർപ്പങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷോക്ക് അവിടെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ദേഹത്തും വെള്ളമയവും ഒക്കെ ഉണ്ടാവാം. കൈ കഴുകിയിട്ടൊക്കെ ആയിരിക്കും സ്വിച്ച് ഇടുക. അപ്പം മൊത്തത്തിൽ ഈർപ്പങ്ങൾ, അതായത് പ്രത്യേകിച്ച് അവിടെയാണ് ലീക്കേജുകൾ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എന്താണെങ്കിലും RCCB ആണ്. പക്ഷെ മൊത്തത്തിൽ തന്നെ നമ്മൾ വീഡിയോയിൽ നമ്മളറിയാം, നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഹൗസ് വയറിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഓരോ കിച്ചണിന് ഒരു RCCB അങ്ങനെ കൊടുക്കുന്നത് കാണാതെ കോമൺ ആയിട്ട് ഒരു RCCB ആണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ ഏറ്റവും ബെറ്റർ. ഇവൻ ഇങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആവശ്യമേ ലൈക്ക് വീടുകളിൽ 30 മില്ലി ആംപിയർ തന്നെയാണ്. അപ്പോൾ ഈ 100 മില്ലി ആംപിയർ എന്തിനാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്? ഇതിൽ പ്രൊട്ടക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നാം, ഒരു പ്രൊട്ടക്ഷനും ഇല്ല, പക്ഷേ എന്തിനാണ് 100 മില്ലി ആംപിയർ വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 അതിൻ്റെ ഉള്ള ഉത്തരമാണ്. അത് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സെറ്റിങ്സിലാണ്. അതായത് ഹൈ ഇലക്ട്രിക് ലോഡ്സ് ഒക്കെ ഉണ്ടാവും. അതായത് അത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വലിയ ഇൻഡസ്ട്രീസ്, കൺവെയർ സിസ്റ്റം ഒക്കെ ഉള്ള വലിയൊരു സിസ്റ്റമാണ്, 10-30 മോട്ടറൊക്കെ ഉള്ള സിസ്റ്റമാണെങ്കിൽ അവിടെ നമ്മൾ ആക്ച്വലി 30 മില്ലി ആംപിയർ ലീക്കേജ് എന്നൊക്കെ പ്രത്യേകിച്ച് ഇൻഡക്ഷൻ മോട്ടറുകളിലൊക്കെ ചെറിയൊരു ലീക്കേജുകൾ നോർമൽ കേസിൽ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇത് ചെറിയൊരു ഇതിലും ട്രിപ്പ് ആവുകയും ചെയ്യുമ്പം നമ്മുടെ അവിടുത്തെ എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയൊക്കെ അവിടെ ബാധിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് 100 മില്ലി ആംപിയർ അവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് അവിടെ ആക്ച്വലി നമ്മുടെ ഹ്യൂമൻ സേഫ്റ്റിയേക്കാളുപരി അവിടെ ആക്ച്വലി മെഷീൻ സേഫ്റ്റിയും അല്ലെങ്കിൽ മൊത്തത്തിലൊരു തീപിടുത്തത്തിനുള്ള സേഫ്റ്റിയൊക്കെയാണ് അവർ കൂടുതൽ ഉപയോഗിക്കുക, കൺസിഡർ ചെയ്യുന്നത്. എങ്കിലും അവിടെയും നമുക്കൊരു സേഫ്റ്റി കിട്ടുന്നുണ്ടെങ്കിൽ പോലും റിസ്ക് കൂടുതലാണ് ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ ഇനി മറ്റേ കമൻറ്റിനുള്ള ചോദ്യത്തിൻ്റെ പ്രിസൈസ് ഉത്തരം, അതായത് 100 മില്ലി ആംപിയർ RCCB നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? ഒന്നാമത്തെ പോയിന്റ്, റെഡ്യൂസ്ഡ് പേഴ്സണൽ സേഫ്റ്റി. മുമ്പ് നമ്മൾ പറഞ്ഞു സെൻസിറ്റിവിറ്റി കുറവായതുകൊണ്ട് തന്നെ 100 മില്ലി ആംപിയർ വരെയും നമ്മുടെ ശരീരത്തിലൂടെ കയറി പോയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് ട്രിപ്പ് ആകുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷോക്ക് അടിച്ചിട്ടുണ്ടാവും. പിന്നെ തീപിടുത്തത്തിനാണേലും അപ്പം ഇതിൻ്റെ സമയം കൂടുതൽ എത്തുന്നതുകൊണ്ട് തന്നെ, ട്രിപ്പ് ആവാനുള്ള സമയം കൂടുതലാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തീപിടുത്തത്തിനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം നമുക്ക് വീടുകളിലൊക്കെ എന്തുകൊണ്ടും 30 മില്ലി ആംപിയർ ആണ്. അപ്പം കൺക്ലൂഷനും അത് തന്നെയാണ്, റെക്കമെൻഡേഷൻ. Use 30 milliampere RCCBs for all residential electrical wiring. This provides optimal protection against electric shock and fire hazards. Benefits എന്താണ്? സേഫ്റ്റി, ഇലക്ട്രിക് ഷോക്കിൽ നിന്നും പ്രൊട്ടക്ഷനും നമുക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മൾ 30 മില്ലി ആംപിയർ യൂസ് ചെയ്യുന്നു, എന്തുകൊണ്ട് 100 മില്ലി ആംപിയർ യൂസ് ചെയ്യുന്നില്ല, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കാര്യത്തിൽ സംശയമോ ഡൗട്ടോ ഇതുപോലെ വേറെ വീഡിയോകളും ചെയ്യാൻ നിങ്ങൾ നമ്മളിലൂടെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു സോ മച്ച്.